റഫീഖ്, ഇന്നിപ്പോ 50-ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോ മറ്റ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വന്ദേമാതരം നിയമമായി നിർബന്ധമായി ചൊല്ലണം എന്ന് പറയുകയും AICC ആസ്ഥാനത്ത് ഉൾപ്പെടെ അല്ലെ, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് തടയാൻ നോക്കിയിട്ട് പോലും AICC ആസ്ഥാനത്ത് ഉൾപ്പെടെ വന്ദേമാതരം ആലപിക്കുകയും ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായിട്ടും വന്ദേമാതരം, അതായത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവര് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും കേരളം ഒഴികെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പൂർണ്ണമായിട്ട്. അപ്പൊ അതില് ഈ AICC സ്ഥാനത്ത് ചൊല്ലി വലിയ പുതിയ വാർത്തയൊന്നല്ല. കാരണം 1882 ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ് ആദ്യമായി ഈ കൃതി പ്രത്യക്ഷപ്പെടുന്നത്, വന്ദേമാതരം. അപ്പൊ 1896 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വന്ദേമാതരം ആലപിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നത്, അത് ആദ്യത്തെ വരികള് മതനിരപേക്ഷതക്ക് പ്രശ്നമില്ല. രാജ്യത്തിന്റെ പ്രകൃതിയെ കുറിച്ച് വർണ്ണിക്കുന്ന വരികളാണ്. പ്രകൃതിയെ കുറിച്ച്, പച്ചപ്പിനെ കുറിച്ച്, അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വരികളാണ് ആദ്യത്തെ 3-4 വരികൾ. പിന്നെ അതങ്ങനെ പോയി ഭൂമിയെ ദേവിയായും പോലെ വിഗ്രഹാരാധനയായും നടത്തുകയാണ്. അത് ഇപ്പം ഹിന്ദു മതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെല്ലാൻ പ്രയാസം ഉണ്ടാവും, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. അപ്പൊ മതങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇത്രയും കാലം മതനിരപേക്ഷ ഉയർത്തിപ്പിടിച്ചിരുന്ന ഭരണകൂടം അത് നിർബന്ധമല്ലെന്നും ഭയങ്കര ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച നടത്തിയ കൂലങ്കഷമായ ചർച്ചകൾ നടത്തിയ സാധനമാണ്. അതായത് അത് മാത്രമല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഭരണഘടന ആരംഭിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ ചർച്ച ഉണ്ടായി. നമ്മൾ സുനിൽ മാഷ് പറയുന്നുണ്ട്. അതായത് ഈ ഭരണഘടനാ അസംബ്ലിയിൽ HB കാമത്ത് എന്ന് പറയുന്ന ആള് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു തുടങ്ങണം. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഭരണഘടന ദൈവത്തിന്റെ നാമത്തിലാണ്. അപ്പൊ നമ്മുടെ ഭരണഘടന ദൈവത്തിന്റെ നാമത്തിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയുടെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണമെന്നും ഇവിടെ ഒരു മതത്തിന് പ്രത്യേകമായി സ്ഥാനം കൽപ്പിക്കുന്നില്ല എന്നും എല്ലാ മതങ്ങളും തുല്യമാണ്, മതമുള്ളവരും അംഗീകരിച്ചുകൊണ്ട് ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ചർച്ച ഉണ്ടായി. പക്ഷെ ഇയാള് പിന്മാറാൻ തയ്യാറായില്ല, വോട്ടിനിടണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വോട്ടിനിട്ട് ശരി, യഥാർത്ഥത്തിൽ വോട്ടിനിടാതിരിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചു എന്നല്ല, ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ വർഷം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവത്തിന് വോട്ടിനിട്ട് തോൽപ്പിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ നിർബന്ധിതമായി വോട്ടിനിട്ട് 68 വോട്ട് ഈ ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകൾക്കും HB കാമത്തിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് 43 വോട്ടേ കിട്ടിയിരുന്നു. അപ്പോ 43-നെതിരെ 68 വോട്ടുകൾ നേടി ദൈവത്തെ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ആ മതനിരപേക്ഷതയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ത് വന്ദേമാതരം. അതുകൊണ്ടാണ് ആലപിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ ആരോ പറഞ്ഞ പോലെ, അതായത് എല്ലാം രാഷ്ട്രീയ ആയുധങ്ങളാണ്. ഇപ്പൊ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ് വന്ദേമാതരം എന്നുള്ളത്. ഒരു കാലത്ത് പശുവായിരുന്നു, ഒരു കാലത്ത് ബാബരി മസ്ജിദായിരുന്നു, ഒരു കാലത്ത് ഇപ്പം വന്നത് ആയുധമാണ്. അതായത് ഓരോ രാഷ്ട്രീയ ആയുധങ്ങളിൽ അവരെ പ്രതിസന്ധി നേരിടുന്ന സമയങ്ങളിൽ പുറത്തെടുക്കാം. ചിലപ്പം ദേശീയ ഗാനായിരിക്കും, ചിലപ്പം പശു ആയിരിക്കും, ചിലപ്പം ഈ പറഞ്ഞ പോലെ ബാബരി മസ്ജിദ് പോലുള്ള വൈകാരിക പ്രശ്നങ്ങളായിരിക്കും, രാമ ജന്മഭൂമിയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം ഭരണകൂടം പ്രതിസന്ധി നേരിടുന്ന സമയത്ത് മനുഷ്യരെ വിഭജിക്കാൻ എന്താണോ ആയുധം, ആ ആയുധമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കുക. അത് വന്ദേമാതരം മാറി എന്നുള്ളതാണ് അന്തസ്സത്ത. അതാണ് അന്തസ്സത്ത.